CPIM ചേർപ്പ് ഏരിയ സമ്മേളനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ആനക്കല്ല് സെന്ററിലെ സീതാറാം യെച്ചൂരി നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ PR വർഗീസ് പതാക ഉയർത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ 24ാം പാർട്ടി കോൺഗ്രസിന്റെ അനുബന്ധമായിക്കൊണ്ട് രാജ്യമെമ്പാടുമുള്ള വിവിധ ഘടകങ്ങളുടെ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു വരികയാണ്. അതിൽ പ്രധാനപ്പെട്ട ഘടകമാണ് ഏരിയ സമ്മേളനങ്ങൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം ചാർപ്പ് ഏരിയ സമ്മേളനം ഇന്നു മുതൽ 8ാം തീയതി വരെ ഒട്ടേറെ പ്രസിദ്ധമായ ഈ അവണിശ്ശേരി പഞ്ചായത്തിൽ സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്ന ശ്രീമാൻ VR കൃഷ്ണത്തിൽ നിന്ന് ആരംഭിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അത്യുജ്വല സംഭാവന നേതാക്കന്മാർ സഖാവ് K ശങ്കർജിയും സഖാവ് PK വേലായുധനും സഖാവ് S രാമചന്ദ്രൻ തുടങ്ങിയ മഹാന്മാരായ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ വളർന്നു പ്രസ്ഥാനം ഇന്നിപ്പോ ചാർപ്പേരിയയിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മാറിയിട്ടുണ്ട്. നിരവധി സഖാക്കളുടെ ജീവൻ നൽകി വളർത്തിയെടുത്ത പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ് തന്നെ ഈ രാജ്യത്തെ പാവപ്പെട്ടവര്, പട്ടിണിക്കാർക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക്, മർദ്ദിതർക്ക്, ചൂഷിതർക്ക് അവരുടെ മോചനത്തിന് വേണ്ടിയുള്ള വലിയ പതാകയാണ് ഈ ചെമ്പതാക. KK മാമുക്കുട്ടിയുടെ ഊരകത്തെ സ്മൃതി കുടീരത്തിൽ നിന്നുള്ള പതാക ജാഥയും താന്നിത്തെ K ഈശന്റെ സ്മൃതി കുടീരത്തിൽ നിന്നുള്ള കൊടിമര ജാഥയും അവണിശ്ശേരിയിലെ കവി മുല്ലനേഴി K ശങ്കർജി, PK വേലായുധൻ, AS രാമൻ എഴുത്തച്ഛൻ എന്നിവരുടെ സ്മൃതി കുടീരങ്ങളിൽ നിന്നുള്ള ദീപശിഖ ജാഥകളും ആനക്കല്ല് സെന്ററിൽ സംഗമിച്ചു. ഏരിയ കമ്മിറ്റി അംഗം KS മോഹൻദാസ്, ക്യാപ്റ്റനായ കൊടിമര ജാഥ PR വർഗീസും, സെബി ജോസഫ് ക്യാപ്റ്റനായ പതാക ജാഥ ഏരിയ സെക്രട്ടറി AS ദിനകരനും, P ചന്ദ്രൻ ക്യാപ്റ്റനായ ദീപശിഖ ജാഥ ഏരിയ കമ്മിറ്റി അംഗം KK അനിലും ഉദ്ഘാടനം ചെയ്തു. 6-7 തീയതികളിലായി അവണിശ്ശേരി സഹകരണ ബാങ്ക് ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മുരളി പെരുന്നെല്ലി MLA, KK രാമചന്ദ്രൻ MLA, KV അബ്ദുൽ ഖാദർ, PK ഷാജൻ എന്നിവർ പങ്കെടുക്കും. 13 ലോക്കലുകളിൽ നിന്നായി 150 പ്രതിനിധികളും പങ്കെടുക്കും. ഡിസംബർ 8 വൈകിട്ട് 4 പാറക്കുളം സെന്ററിൽ നിന്ന് ചുവപ്പ് സേനാ മാർച്ചും ബഹുജന പ്രകടനവും തുടർന്ന് പൊതുസമ്മേളനവും നടക്കും.